ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ ഗണേഷ് ചതുർത്ഥി ആശംസകൾ. നമ്മുടെ കേരളത്തിൽ ചിങ്ങമാസത്തിൽ നമ്മൾ വിനായക ചതുർത്ഥി ആഘോഷിക്കുമല്ലേ. പക്ഷേ കേരളത്തിൽ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എന്നാൽ നമ്മൾ കേരളത്തിന് പുറത്ത് വന്നിട്ട് മഹാരാഷ്ട്ര, കർണാടക അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ ഗണേഷ് ചതുർത്ഥി, അതായത് വിനായക ചതുർത്ഥി, വളരെ ആർഭാടമായിട്ട് നമുക്ക് അവർ ആഘോഷിക്കുന്നത് കാണാം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് കർണാടകത്തിൽ ഗണേഷ് ചതുർത്ഥി ആഘോഷിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഗണേഷ് ചതുർത്ഥി അല്ലെങ്കിൽ വിനായക ചതുർത്ഥി, ഈ ഒരു ട്രഡീഷന്റെ ഹിസ്റ്ററി എന്താണ്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കാണാം. ഗണേഷ് ചതുർത്ഥി എന്ന് പറയുന്നത് ഗണപതിയെ സ്മരിക്കുന്ന ദിവസം, അതായത് ഗണപതിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് അല്ലേ. പാർവതി ഗണപതിയെ ഉണ്ടാക്കുകയും എന്നിട്ട് എന്താ പറയാ, ശിവൻ വരികയും ഗണപതിയും ശിവനും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും അതിനുശേഷം അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് ശിവൻ ഗണപതിക്ക് ഒരു ആനയുടെ തല വെച്ചു കൊടുത്തു. അതാണ് നമ്മൾ ഇന്നീ കാണുന്ന ഗണപതിയുടെ രൂപം, അതായത് ആനയുടെ തലയുള്ള ഒരു മനുഷ്യൻ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബിഹൈൻഡ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന ഗണേഷ് ചതുർത്ഥി സമ്പ്രദായം എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഗണപതിയുടെ വിഗ്രഹം ഒരു കടയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ കൊണ്ടുവരികയും അതെന്നിട്ട് ഓഡ് നമ്പർ ഓഫ് ഡേയ്സ്, അതായത് 1, 3, 5 ദിവസം നമ്മൾ ആ സ്ഥലത്ത് വെച്ച് പൂജിക്കുകയും അതിനുശേഷം ഒരു വാട്ടർ ബോഡി, അതായത് ഒരു നദിയോ ആറ്റിലോ ഒഴുകി കളയുകയാണ് ഇന്നത്തെ സമ്പ്രദായം. ഈ സമ്പ്രദായം ശരിക്കും പറഞ്ഞാൽ തുടങ്ങി വെച്ചത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ശരിക്കും അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ബാലഗംഗാധര തിലക് ഏകദേശം 1900s ഈ ഒരു സമ്പ്രദായം തുടങ്ങിയത്. ഈ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ, ഈ ഒരു സെലിബ്രേഷൻ നോക്കുകയാണെങ്കിൽ, മഹാരാജാവ്, അതായത് ശിവാജി മഹാരാജാവിന്റെ സമയത്ത് പൂനെയിൽ 1600s ഗണപതി ഈ ഒരു സെലിബ്രേഷൻ ആഘോഷിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ബ്രിട്ടീഷിന്റെ ഭരണകാലം വന്നപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാരെ ഒത്തുകൂടാനോ ആശയവിനിമയം, അതായത് നമ്മുടെ ഐഡിയാസ് കൈമാറാനോ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ബാലഗംഗാധര തിലക് എന്താ ആലോചിച്ചെന്ന് പറഞ്ഞാൽ, എങ്ങനെ നമുക്ക് നമ്മുടെ ആൾക്കാർക്കിടയിൽ, ഇന്ത്യക്കാർക്കിടയിൽ ഐക്യത കൊണ്ടുവരാം. അതിനുവേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചൊരു മാർഗമാണ് അന്ന് മൺമറഞ്ഞു പോയ ഈ ഒരു ആഘോഷം തിരിച്ചു കൊണ്ടുവരിക. അതുകൊണ്ട് 1900s മുംബൈയിൽ ബാലഗംഗാധര തിലക് ഈ ഒരു ഗണപതി സെലിബ്രേഷൻ തിരിച്ചു കൊണ്ടുവരികയും ഈ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ആൾക്കാർക്കിടയിൽ ഐക്യത കൈവരുകയും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആൾക്കാർക്ക് ഒത്തുകൂടാനുള്ള ഒരു ഇടമായി മാറി. ഈ ഒരു സെലിബ്രേഷൻ തന്നെയാണ് നമുക്കിടയിൽ ഒരു എന്താ പറയുക, ഈ ഒരു ഫ്രീഡം ഫൈറ്റിന്, അതായത് ഫ്രീഡം തിരിച്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയുള്ളൊരു സ്പാർക്കായി മാറിയത്. നമ്മുടെ കേരളത്തിലും ഇവിടെയൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വിശ്വാസം നമുക്കുണ്ട്, അതായത് വിനായക ചതുർത്ഥി ദിവസം നമ്മൾ ചന്ദ്രനെ കണ്ടുകൂടാ. ഈ ഒരു വിശ്വാസത്തിന്റെ പിറകിൽ ശരിക്കും നമുക്കൊരു കഥയുണ്ട്, ഒരു ഹിന്ദു മിത്തോളജി സ്റ്റോറി ഉണ്ട്. സ്റ്റോറി എങ്ങനെയാന്ന് പറഞ്ഞാല്, നമ്മുടെ മോദകപ്രിയനായ ഗണപതി അദ്ദേഹത്തിന്റെ വാഹനമായ എലിയുടെ പുറത്ത് ഒരിക്കലും പോവുകയായിരുന്നു. പോകുന്ന സമയം ശരിക്കും ഗണപതി സ്ലിപ്പ് ചെയ്തിട്ട് വീഴാൻ പോയി. ഇത് കണ്ടുകൊണ്ടിരുന്ന ചന്ദ്രൻ ഗണപതി വീഴുന്നത് കണ്ടിട്ട് ചിരിച്ചു. അപ്പോൾ തന്നെ നോക്കി ചിരിക്കുന്ന ചന്ദ്രനെ കണ്ടിട്ട് ഗണപതിക്ക് ഒത്തിരി ദേഷ്യമായി. അപ്പൊ ഗണപതി പറഞ്ഞു, ഞാൻ വീഴുന്നത് കണ്ടിട്ട് നീ ചിരിച്ചതല്ലേ, നീ എന്നെ ഇൻസൾട്ട് ചെയ്തു, അതുകൊണ്ട് എന്റെ ദിവസം ആരാണോ നിന്നെ നോക്കുന്നത് അവര് തെറ്റായ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ഫാൾസ് അക്യൂസേഷൻസിന് ഇരയാവും. സോ ഇതാണ് സ്റ്റോറി. ഇതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും അല്ലെങ്കിൽ അവർ ബിലീഫ് ഉള്ളത് നമ്മൾ ചന്ദ്രനെ നോക്കിക്കൂടാ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളിൽ തെറ്റായ ആരോപണങ്ങൾ ഉണ്ടാവുകയും അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടയാവുകയും ചെയ്യും.